ഹായ് സ്റ്റുഡൻസ്, ഡ്യൂലിംഗോ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് എപ്പോഴും വളരെയധികം വറീഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് റൈറ്റ് അബൌട്ട് എ ഫോട്ടോ എന്നുള്ളത്. ഒരു ഫോട്ടോ ഡിസ്ക്രൈബ് ചെയ്യാൻ തരുന്ന ടാസ്ക് നമുക്കറിയാം. നമുക്ക് കിട്ടുന്ന സമയം ഒരൊറ്റ മിനിറ്റ് ആണ്, 1 മിനിറ്റ് മാത്രം. ഒബ്സർവ് ചെയ്യാനും ആ പിക്ചറിനെ കുറിച്ച് എഴുതാനും നമുക്ക് ചിന്തിക്കാനും ഒക്കെ കൂടെ കിട്ടുന്ന സമയം ഒരൊറ്റ മിനിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൽ കൂടുതൽ സ്കോർ നേടാൻ വേണ്ടിയിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇതിൽ ഫസ്റ്റ് നമുക്ക് അതിന്റെ കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പിക്ചർ ഏതൊരു സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നുള്ളത് അതിന്റെ കണ്ടന്റ് നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് എലമെന്റ്. സെക്കൻഡ് വൺ, വൊക്കാബുലറി റേഞ്ച്. മാക്സിമം നമുക്ക് അതിന്റെ സ്യൂട്ട് ആയിട്ടുള്ള വൊക്കാബുലറി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടുത്തതാണ് ഗ്രാമറ്റിക്കൽ എറേഴ്സ് മാക്സിമം ഒഴിവാക്കുക. ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആ സെന്റൻസ് അവസാനിക്കുന്ന സമയത്ത് ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗ്രാമറ്റിക്കൽ എറേഴ്സ് പോലെ തന്നെയാണ് സ്പെല്ലിംഗ് എറേഴ്സും മാക്സിമം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു സാമ്പിൾ ഞാനൊരു പിക്ചർ കാണിക്കുന്നുണ്ട് സ്ക്രീനിനകത്ത്. ഈ പിക്ചറിനകത്ത് കുറേ പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേഴ്സ് ബസ് സ്റ്റോപ്പിനകത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചറാണ് കാണിക്കുന്നത്. ഇതിനൊരു സാമ്പിൾ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്, ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും ഇത് എഴുതുന്ന സമയത്ത്, ഇത്തരത്തിലൊരു ടാസ്ക് എഴുതുന്ന സമയത്ത് ദിസ് ഇമേജ് ഷോസ് അല്ലെങ്കിൽ ദിസ് ഇമേജ് ഡിപിക്ട്സ് അല്ലെങ്കിൽ ഇൻ ദിസ് പിക്ചർ തുടങ്ങിയ വേർഡുകളെ കൊണ്ട് നമുക്ക് ഈ സെൻറ്റൻസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്കതൊരു നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം വേസ്റ്റ് ആവാതെ തന്നെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി പഠിപ്പിക്കാൻ പറ്റും. മാത്രമല്ല ഇവിടെ ഈ സാമ്പിൾ എക്സാമ്പിളിൽ കാണിക്കുന്നത് പോലെ ഒരുപാട് പ്രിപ്പോസിഷൻസ് ഓഫ് ലൊക്കേഷൻസ്. ഇപ്പോൾ ഇവിടെ കാണാം, സെവറൽ പീപ്പിൾ ആർ സ്റ്റാൻഡിങ് അറ്റ് എ ബസ് സ്റ്റോപ്പ് അലോങ് എ സിറ്റി സ്ട്രീറ്റ്. അറ്റ്, അതുപോലെ തന്നെ അലോങ്, പിന്നെ അവിടെ കാണാം നിയർ, ബിഹൈൻഡ്, ഇൻ ദി ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുന്നതോടെ നമുക്ക് സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എ ഫ്യൂ കമ്മ്യൂട്ടേഴ്സ്, പാസഞ്ചേഴ്സ് എന്നപോലെ തന്നെ നമുക്ക് വെക്കാബുലറി, ഡിഫറെൻ്റ് ആയിട്ടുള്ള റേഞ്ചിലുള്ള വെക്കാബുലറി ആ ഒരു സിറ്റുവേഷൻ കണ്ടന്റുമായി സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള വേർഡ്സുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടാസ്കിനകത്ത് സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു മെത്തേഡാണ് വളരെയധികം സ്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോംപ്റ്റ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പോൾ ടോൾ ബിൽഡിങ്സ്, അതുപോലെ തന്നെ അർബൻ സെറ്റിങ്സ് തുടങ്ങിയതൊക്കെ ഇതിലത്ത് വന്നിട്ടുണ്ട്. പിന്നെ നിയർ ദി കേർവ് എന്നുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വൊക്കാബുലറി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എലമെന്റ്സുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അഡ്ജക്റ്റീവ്സുകൾ ഉപയോഗിക്കാം സ്യൂട്ട് ആയിട്ടുള്ള. അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസ് ഓഫ് ലൊക്കേഷൻ ഉപയോഗിക്കുന്നത് വഴി സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചുകൊണ്ട്, എൻഡ് ചെയ്യേണ്ടത് ഫുൾ സ്റ്റോപ്പ് വെച്ചുകൊണ്ട്, ഇത്തരത്തിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് 1 മിനിറ്റ് നമുക്ക് എഴുതാൻ കഴിയുകയാണെങ്കിൽ, അതുപോലെ തന്നെ അവസാനിക്കുന്നതിന് മുന്നേ ഒരു 4-5 സെക്കൻഡ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ എറേഴ്സ് വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കൊരു ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ definitely we can improve high score by writing the Duolingo sessions, Duolingo examination. I hope you enjoy the sessions. Have a nice day.